أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുക. നമ്മളൊക്കെ ആദ്യത്തെ പോലെ തന്നെ നേരത്തെ തന്നെ തുടങ്ങാം എന്ന് കഴിഞ്ഞ ആഴ്ച സിക്കിപ്പോട് പറഞ്ഞിരുന്നു. ഒരു പറയാൻ വിട്ടുപോയത് തോന്നുന്നുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്കൊരു 7:15 മുതൽക്ക് തന്നെ എന്നും ആരംഭിക്കാൻ കഴിയും തോന്നുന്നു. 6:25 ബാങ്ക്. സൂറത്തുൽ അംബിയായിലെ 30 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിന്റെ മഹത്വവും അല്ലെങ്കിൽ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതിലുള്ളത്. അഥവാ ആകാശങ്ങളും ഭൂമിയുമെല്ലാം ഒന്നായിരുന്നു. അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേർപെടുത്തുകയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ ജീവനുള്ള എല്ലാ വസ്തുക്കളെയും വെള്ളത്തിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതൊക്കെ സത്യനിഷേധികൾക്കൊരു ദൃഷ്ടാന്തമായി അല്ലാഹു പഠിപ്പിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, അഫലാ യുഅ്മിനൂന, അവർ വിശ്വാസികളാകുന്നില്ലേ? അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് അടുത്ത ആയത്തിലും അല്ലാഹു വിശദീകരിക്കുന്നത്. أعوذ بالله من الشيطان الرجيم. وجعلنا في الأرض رواسي أن تميد بهم وجعلنا فيها فجاجا سبلا لعلهم يهتدون. وجعلنا في الأرض رواسي أن تميد بهم وجعلنا فيها فجاجا سبلا لعلهم يهتدون. وجعلنا في الأرض رواسي أن تميد بهم وجعلنا فيها فجاجا سبلا لعلهم يهتدون. وجعلنا السماء سقفا محفوظا. وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون. وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون. وهو الذي خلق الليل والنهار والشمس والقمر كل في فلك يسبحون. وهو الذي خلق الليل والنهار والشمس والقمر كل في فلك يسبحون. ശ്രദ്ധിക്കണം. وجعلنا في الأرض رواسي
അൻ തമീദ ബിഹിം. അൻ എന്ന് ഇദ്ഹാർ ചെയ്യാൻ പാടില്ല, നൂന് ഇദ്ഹാർ ചെയ്യാതെ അൻ തമീദ എന്നാണ് ഓതേണ്ടത്. കാരണം ത എന്നുള്ള ഹുറൂഫുൽ ഇദ്ഹാറിന്റെ അക്ഷരത്തിൽപ്പെട്ടല്ല. അൻ തമീദ ബിഹിം, ബിഹിം എന്ന് പാടാൻ മീമ് സാക്കിനത്ത് അവിടെ ഒന്നും ചെയ്യേണ്ടതില്ല. അവിടെ മീമ് സാക്കിന് തന്നെ ഇദ്ഹാർ ചെയ്ത് അഥവാ വെളിവാക്കിയിട്ടാണ് ബിഹിം വജഅൽനാ ഫീഹാ ഫിജാജൻ സുബുല. ഫിജാജൻ എന്നവിടെ മണിച്ചിട്ട് ഓതണം. ഫിജാജൻ. പിന്നെ സുബുല, സീന് വമ്മാണ്, ബാക്കു വമ്മാണ്. സുബുലൻ എന്നല്ല സുബുലൻ എന്നാണ്. സുബുലൻ ബാക്ക് വമ്മാണ്. സബീലിന്റെ ജമ്മ് സുബുൽ എന്നാണ്. സുബുൽ. സുബുലൻ. അവിടെ പിന്നെ തൻവീന് ശേഷം ലാം വന്നു. അവിടെ ഇദ്ഗാമുണ്ട്. ഉന്നത്ത് വേണ്ട, ഉന്നത്തില്ല. അതാ മണിക്കാതെ ഇദ്ഗാം ചെയ്യണം. സുബുലല്ല, സുബുലല്ല. അവിടെ സുബുലൻ അങ്ങനെ വരാൻ പാടില്ല. സുബുലല്ലഅല്ലഹും ഉന്നത്തില്ലാതെ ഇദ്ഗാം അഥവാ മണിക്കലില്ലാതെ ചേർത്തോത്. സുബുലല്ലഅല്ലഹും യഹ്തദൂൻ. യഹ്തദൂൻ എന്നുള്ള നിർത്തുന്നുണ്ട്, കുറച്ച് നമുക്ക് നീട്ടി ഓതാം. അതേപോലെ വജഅൽന സമാ എന്നുള്ളത് 5-6 അക്ഷരം നീട്ടാം. സഖഫൻ മഹ്ഫൂള. അവിടെ സുബുലല്ലഅല്ലഹും പോലല്ല, അവിടെ സഖഫൻ മഹ്ഫൂള. അവിടെ ഇദ്ഗാമുണ്ട്, ഉന്നത്തുണ്ട്. അതായത് മണിക്കും വേണം, ചേർത്ത് ഉച്ചരിക്കും വേണം. സഖഫൻ മറ്റേ സുബുലല്ലഅല്ലഹും, സുബുലല്ലഅല്ലഹും എന്നാണ്. അവിടെ ഇദ്ഗാം ഇടാൻ പാടില്ല. ഇവിടെ സഖഫൻ മഹ്ഫൂള. അവിടെ നിർത്തുകയാണെങ്കിൽ മഹ്ഫൂള എന്നാണ് നിർത്തേണ്ടത്. ഇനി നിർത്തുന്നില്ലെങ്കിൽ ആ വാവിലേക്ക് ഒരു ഉന്നത്ത് വരും. മഹ്ഫൂളഹും എന്നാണ് വരിക. നിർത്തുന്നില്ലെങ്കിൽ സഖഫൻ മഹ്ഫൂള എന്ന് പറഞ്ഞ് നിർത്തുക. وجعلنا السماء سقفا محفوظا. അവിടെ നിർത്തലാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ വഹും അൻ ആയാതിഹ, അൻ ആയാതിഹ, വഹും അൻ ആയാതിഹ. അൻ അല്ല അന്നൻ, ഐനൻ. വഹും അൻ ആയാതിഹ ആയാതിഹ മുഅരിദൂൻ. സാധാരണ ആയാത്തിന എന്നാണ് ഉണ്ടാകല്. ഇവിടെ ആയാത്തിന എന്നല്ല, ആയാത്തിഹ എന്നാണ്. അപ്പൊ അവിടെ നമ്മളെ എന്താ ചിലപ്പോൾ പരിചയമുള്ള ഓത്താണ് ഓതുന്നത്. ചിലപ്പോൾ അവിടെ ആയാത്തിന എന്നാണ് ഓതിപ്പോകും. വേറെ സ്ഥലത്തും ആയാത്തിന ഉണ്ട്. ഇവിടെ ആയാത്തിന എന്നല്ല, ആയാത്തിഹ ആയാത്തിഹ മുഅരിദൂൻ, മുഅരിദൂൻ എന്നാണ്. അതുപോലെ വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാറ, ഖലഖൽ ലൈല വന്നഹാറ വശംസ, വശംസ. അവിടെ അന്നഹാർ ഹുറൂഫ് ശംസിയാണ്, വശംസ് ഹുറൂഫ് ശംസി. അവിടെ വഅന്നഹാർ എന്നല്ല, വഅശംസ അല്ല, വന്നഹാറ വശംസ വൽ ഖമർ. കേട്ടോ, അതാണ് ഹുറൂഫ് ശംസിയ ഖമരിയ രണ്ട് ശരിക്കും പറയുന്നത്. അവിടെ വൽ വൽ പിന്നെ ഖമറിന്റെ അലിഫ്ലാം എന്ത് ചെയ്യണം? ഉച്ചരിക്കണം. ഖമർ എന്നല്ല, വൽ ഖമർ. ശംസ് അങ്ങനല്ല, വശംസ്. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ഫീ ഫലകിൻ അവിടെ കുറച്ച് മണിക്കൽ വേണം. ഫീ ഫലകിൻ യസ്ബഹൂൻ ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഇപ്പോ ആകാശവും ഭൂമിയും ഒന്നായിരുന്നു പറഞ്ഞല്ലോ. ആകാശവും ഭൂമിയും എന്തായിരുന്നു? ഒന്നായിരുന്നു. ഇനി അതിനുശേഷം അല്ലാഹു ഈ ആകാശത്തെയും ഭൂമിയും എന്ത് ചെയ്തു? വേർപ്പെടുത്തി. ഈ വേർപ്പെടുത്തിയതിന് ശേഷം ഈ ആകാശത്തിന് എന്താണ് സംഭവിച്ചത്, ഭൂമിക്ക് എന്താണ് സംഭവിച്ചത്, അതാണ് ഈ പറയാൻ പോകുന്നത്. ആകാശത്തെ എന്താക്കിയത്, ഭൂമി എന്താക്കിയത്. ആദ്യം പിന്നെ കാലത്താർ റത്തഖൻ ഫഫത്തഖനാഹുമ, ഇത് രണ്ടും ഒന്നായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തതിന് നാം വേർപ്പെടുത്തി. ഈ വേർപ്പെടുത്തിയതിന് ശേഷം ഭൂമിക്ക് എന്താണ് സംഭവിച്ചത്, ആകാശത്തിന് എന്താണ് സംഭവിച്ചത്, അതാണ് പറഞ്ഞത്. അങ്ങനെ വജഅൽനാ ഫിൽ അർളി, ഇത് രണ്ടും ഒന്നായി കഴിഞ്ഞ ശേഷം വേർപ്പെടുത്തിയല്ലോ. എന്നിട്ട് വജഅൽനാ നാം
ജഅല എന്ന് പറഞ്ഞാൽ ആക്കി അല്ലെങ്കിൽ സൃഷ്ടിച്ചു എന്നർത്ഥം. ഇവിടെ ജഅലക്ക് രണ്ടർത്ഥമുണ്ട്. ജഅല എന്ന് മാത്രം, പിന്നെ ജഅലക്ക് ഒരർത്ഥം മാത്രമാണെങ്കിൽ ഖലഖ എന്നായിരിക്കും അർത്ഥം വരിക. രണ്ടെണ്ണം ആകുമ്പോഴാണ് ആക്കി എന്നർത്ഥം വരിക. വജഅൽനാ ഫിൽ അർളി റവാസിയ, ഭൂമിയിൽ നാം സൃഷ്ടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ത്? റവാസിയ. റവാസി എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ എന്നർത്ഥം. ഇതെല്ലാത്ത ഓർമ്മയുണ്ടോ? റഅസ് എന്ന് പറഞ്ഞാ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭാഗം ഏതാ? തലല്ല. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് തല. അതുകൊണ്ട് തന്നെ പർവ്വതങ്ങൾക്ക് ഉയർന്നു നിൽക്കുന്നത് എന്ന അർത്ഥത്തിൽ റാസിൻ എന്ന് പറയാറുണ്ട്. റാസിൻ, റാസിൻ, റഅസല്ല, റാസിൻ എന്ന് എന്തിനെ പറ്റി പറയാറുണ്ട്? പർവ്വതങ്ങൾ. അതായത് ഭൂമിയുടെ സമതലപ്പായി നിൽക്കുന്ന, ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങളാണിത്. മനുഷ്യന്മാരിപ്പോ നമ്മൾ നിൽക്കുകയാണെങ്കിൽ, പിന്നെ ഇപ്പൊ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെ തലല്ലേ അധികം ഒരു ദൂരത്തിൽ നോക്കുമ്പോൾ എന്താണ് തലയുള്ള കാണാം, പൊതിക്കണല്ലേ കാണുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് നമ്മൾ എവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ കാണാൻ സാധിക്കും? പർവ്വതങ്ങളെ കാണും. അപ്പൊ റാസിൻ എന്നുള്ള പദത്തിൽ നിന്നാണ് പിന്നെ റാസിൻ. റാസിൻ എന്ന് പറഞ്ഞ മുതക്കറാണ്, പിന്നെ പുല്ലിംഗമാണ്. അതിന്റെ സ്ത്രീലിംഗമാണെന്ത്? റാസിയത്തുൻ. റാസിയത്തുൻ, റാസിയത്തുൻ എന്ന് പറഞ്ഞാൽ മല എന്നർത്ഥം. കുട്ടിക്ക് പേരിടാൻ നിൽക്കണ്ട, എന്ത് കിട്ടിയാലും ആണോ. റാസിയത്ത് എന്ന് പറഞ്ഞാൽ റസിയ വേറെ കേട്ടോ, അത് വേറെ. റാസിയ എന്ന് പറഞ്ഞാൽ മല എന്നർത്ഥം, സ്ത്രീലിംഗം. അതിന്റെ ബഹുവചനമാണ് റവാസി. റാസിയത്തുൻ എന്നതിന്റെ ബഹുവചനമാണ് റവാസി. അപ്പൊ ഇവിടെ വജഅൽനാ ഫിൽ അർളി റവാസിയ, ഭൂമിയിൽ നാം എന്തുണ്ടാക്കിയിരിക്കുന്നു? പർവ്വതങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോ നമുക്ക് സംശയം ഉണ്ടാകും, ഭൂമിയിൽ പെട്ടതല്ല ഇപ്പൊ പർവ്വതം എന്ന് പറഞ്ഞ. ഈ പർവ്വതം എന്ന് പറഞ്ഞ് പിന്നെ ഭൂമിന്റെ ഒരു വസ്തു തന്നെയാണല്ലോ, ആണല്ലോ. അപ്പൊ ശരിക്കും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങൾ എടുത്ത് പറയാൻ കാരണം വെച്ചാൽ ഭൂമി എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്, ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന സായം വേറിട്ട് പോയി. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ സമനിരപ്പല്ലോ. ഇപ്പൊ നമ്മൾ സാധാരണ ഈ പത്തിരി കുഴച്ചുകാണ്ടേ, പത്തിരി കുഴച്ചിട്ട് ചുടുമ്പോ എന്ത് ചെയ്യും? പൊള്ളൂലേ? പത്തിരി പൊള്ളുണ്ട്. ഞങ്ങള് ആണുങ്ങൾ കുറച്ചൊക്കെ പത്തിരി ഇട്ടോ കൊടുക്കാറുണ്ടോ? വെറും പെണ്ണുങ്ങൾ തന്നെ പത്തിരി ഇടാൻ പറ്റില്ല, ആണുങ്ങൾ കുറച്ചൊക്കെ ചുട്ടെടുക്കുക. പൊള്ളുമ്പോ സ്വാഭാവികം എന്ന് വെച്ചാൽ ഒരു ഭാഗം താഴത്തേക്ക് ഒരു ഭാഗം മുകൾക്ക് പൊന്തും. അപ്പൊ അവിടെ എന്താ ഉണ്ടാകുക? ഒരു സമനിരപ്പല്ല ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റക്കുത്തരം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞാൽ പത്തിരി സമനിരപ്പ് ഉണ്ടാകുക. ഇതുപോലെ ഭൂമിയും ആകാശവും ഒന്നായി അത് വേർപെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികം എന്താ ഉണ്ടാവുക? പിന്നെ അതിന്റെ ഏറ്റക്കുത്തരമുള്ള സ്ഥലങ്ങളാണ് പർവ്വതങ്ങൾ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് വജഅൽനാ ഫിൽ അർളി റവാസിയ, അപ്പൊ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് തന്നെ പർവ്വതങ്ങൾ അല്ലാഹു പ്രത്യേകമായി സൃഷ്ടിച്ച് ഉണ്ടാക്കിയതാണ്. കാരണം എന്തിനാണ്? എന്തുകൊണ്ടാണ് പർവ്വതങ്ങൾ അല്ലാഹു ഉണ്ടാക്കിയത്? അൻ തമീദ ബിഹിം, തമീദ ബിഹിം എന്ന് പറഞ്ഞാൽ നിങ്ങളെയും കൊണ്ട് ചാഞ്ഞു പോകാതിരിക്കാൻ, ഭൂമിയുടെ ബാലൻസിങ്ങിന് വേണ്ടിയാണ്. ഭൂമിയുടെ ബാലൻസിങ്ങിന് വേണ്ടി. അതായത് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമുക്കറിയാം, നോക്കിയ ഭൂമി ശരിക്കും മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മഹാത്ഭുതമാണ് ശരിക്കും അള്ളാഹുവിന്റെ ഓരോ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ പണ്ട് കാലത്ത് മനുഷ്യന്മാര് പറഞ്ഞെന്ന് വെച്ചാൽ പിന്നെ എന്താണ് ചലിക്കുന്നത് എന്ന് ആദ്യം തീരുമാനമായില്ലേന്. ഭൂമിയാണോ ചലിക്കണത്, സൂര്യനാണോ ചലിക്കണത്, അല്ല സൂര്യൻ ഭൂമിന് ചുറ്റാണോ അതോ ഭൂമി സൂര്യന് ചുറ്റാണോ എന്നാണ് പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച് കുറെ പിന്നെ മാറ്റിപ്പടിച്ച് അങ്ങനെയൊക്കെ ഉണ്ടേന്. അതായത് നമുക്കറിയാം ഭൂമി അതുപോലെ തന്നെ ചന്ദ്രൻ, സൂര്യൻ, എങ്ങനെയാണോ? ശരി, ക്ലിയറാണ്.
ഇതൊക്കെ ഭൂമിയാണെങ്കിൽ ഇത് ചന്ദ്രനാണെങ്കിൽ സൂര്യനാണ്. അപ്പൊ ശരിക്കും ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമി കറങ്ങുന്നുണ്ട്, സ്വയം കറങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചന്ദ്രനും കറങ്ങുന്നുണ്ട്, സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ട്. ഓരോന്നിനും വ്യത്യസ്തമായ ചലനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ രാവും പകലൊക്കെ എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ സ്കൂൾ പഠിച്ചാണ്, മാറി മാറി വരുന്നത്. അപ്പൊ ഇവിടെ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിക്ക് നമുക്കറിയാം, ഭൂമിയുടെ 1/3 എന്താണ്, വെള്ളമാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. വെള്ളം എന്താണ്, നല്ല വെയിറ്റ് ഉള്ള സാധനം. ഒരു സാധനം ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കണമെങ്കിൽ അതിന്റെ വെയിറ്റ് എന്ത് ചെയ്യണം, ബാലൻസ് റെഡി ആണ്ടേ. ഈ 1/3 വെള്ളമുള്ള സ്ഥലങ്ങളാണെങ്കിൽ, അതുകൊണ്ട് വേറെ സ്ഥലത്ത് പിന്നെ ഫിഖാല ഭാരമേറിയ പർവ്വതങ്ങൾ എന്നൊക്കെ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഭൂമിയുടെ വെള്ളം എന്ന് പറയുന്ന 1/3 വെള്ളമാണ് ഭൂമിയിൽ. ഇനി അത് കാണിച്ചത് 1/3 വെള്ളം, 1/3 പിന്നെ 3/1 3/2 വെള്ളഭാഗം, ഒരു ഭാഗം മാത്രമേ എന്തുള്ളൂ, കരയുള്ളൂ. 1/1 കരയുള്ളൂ, 2 ഭാഗം വെള്ളമാണ്. ഇനി ഈ കരയിൽ തന്നെ എത്ര സ്ഥലത്ത് മനുഷ്യവാസം ഉള്ളൂ, കുറച്ച് സ്ഥലത്ത് തന്നെ ഉള്ളൂ. നമ്മൾ കേരളത്തിലല്ല ഇപ്പൊ ഇങ്ങനെ സൗദി അറേബ്യയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഇപ്പൊ ടൗണിൽ ആളുണ്ടാവും, മറ്റിങ്ങനെ ഒരു ഭൂമിയിൽ ഇങ്ങനെ ആളുണ്ടാവില്ല. അപ്പൊ ഭൂമി കുറച്ച് സ്ഥലത്ത് മനുഷ്യവാസം ഉള്ളൂ. അപ്പൊ മനുഷ്യന്മാരുടെ ബാലൻസ് കൊണ്ട് എന്താവില്ല, ഇപ്പൊ നമുക്കൊരു ഭാരം ഉണ്ടല്ലോ, പക്ഷെ ആ ഭാരം കൊണ്ട് ബാലൻസ് റെഡി ആവില്ല. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമായ അതാണ്, നിങ്ങളെയും കൊണ്ട് ചാഞ്ഞു പോകാതിരിക്കണമെങ്കിൽ വലിയ പർവ്വതങ്ങൾ ഇതിൽ ആവശ്യമുണ്ട്. കാരണം പർവ്വതങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പാറകളാണ് പർവ്വതങ്ങൾ. പിന്നെ അതുപോലെ തന്നെ വലിയ കല്ലുകളും പിന്നെ എന്താ പറയാ, വലിയ മണ്ണുകൂലുകളും ഒക്കെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിങ്ങൾക്ക് വലിയ വലിയ പർവ്വതങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു. കാരണം വിശുദ്ധ ഖുർആനിൽ തന്നെ പർവ്വതങ്ങളെ പറ്റി ചിന്തിക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമായി കൈഫ റുഫിയത്, പിന്നെ വഇലൽ ജിബാലി കൈഫ നുസിബത് കണ്ടത്. അപ്പൊ അല്ലാഹു നസബറ നാട്ടുകഥ. അപ്പൊ ഭൂമിക്ക് ശരിക്ക് പിന്നെ ഒരു ആണിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പർവ്വതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇപ്പൊ നമ്മള് സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാൻ വേണ്ടി ആണിടിക്കുമല്ലോ, അതുപോലെയാണ് ഭൂമിയുടെ ആണികളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങൾ. അപ്പൊ ആണി അടിക്കണം എന്തിനാ വെച്ചാൽ അൻ തമീദ ബിഹിം. ഇവിടെ ശരിക്ക് ഭാഷാപരമായി നോക്കുകയാണെങ്കിൽ അൻ തമീദ ബിഹിം എന്ന് പറഞ്ഞാൽ നിങ്ങളെയും കൊണ്ട് ചായ എന്നർത്ഥം, നിങ്ങളെയും കൊണ്ട് ചാഞ്ഞു പോകാൻ എന്നാണ്. പക്ഷെ അവിടെ അല്ലാ തമീദ ബിഹിം എന്നാണ്, നിങ്ങളെ കൊണ്ട് ചാഞ്ഞു പോകാതിരിക്കാൻ എന്നാണ് അർത്ഥം വെക്കട്ടെ. കാരണം നിങ്ങളെ കൊണ്ട് ചാഞ്ഞു പോകാന്നല്ല, അത് സന്ദർഭത്തിൽ മനസ്സിലാവും. നിങ്ങളെ കൊണ്ട് ചാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിരിക്കുന്നു, പിന്നെ പർവ്വതങ്ങളെ അല്ലാഹു ഉണ്ടാക്കിയിരിക്കുന്നു. ശരിക്കും പർവ്വതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതമാണ്. ഇവിടെ നമുക്കറിയാം, ഭൂമിയിൽ പർവ്വതങ്ങളുടെ മുകളിൽ എന്തുണ്ട്, വെള്ളമുണ്ടല്ലോ. പർവ്വതങ്ങൾ മുകളിൽ എന്തുണ്ട്, വെള്ളമുണ്ട്. ശരിക്കും ആലോചിക്കുക, ശരിക്കും പർവ്വതങ്ങൾ മുകളിൽ ഭൂമിയിൽ വാട്ടർ ലെവലിൽ ആണ് വെള്ളം നിൽക്കണമെങ്കിൽ എന്തൊക്കെയാണ് അവസ്ഥ. ഭൂമിക്കൊരു സമുദ്രനിരപ്പിന്റെ അതാണ് വാട്ടർ ലെവൽ, സമുദ്രനിരപ്പിന്റെ അതേ നിരപ്പിലാണ് ഭൂമിയിൽ എല്ലാ സ്ഥലത്തും വെള്ളമെങ്കിൽ ഈ വലിയ പർവ്വതങ്ങൾക്ക് മുകളിൽ ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല. മാത്രമല്ല ആ പിന്നെ പാറയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊക്കെ വലിയ അത്ഭുതമാണ്. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ സൂറത്ത് ബഖറയുടെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പാറമ്മൽ അടിച്ചപ്പോൾ വെള്ളം വന്നല്ലോ, 12 അരുവി വന്നല്ലോ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് മറ്റു നബിമാർക്ക് കിട്ടിയ മുഅ്ജിസത്തിനേക്കാളൊക്കെ വലിയ മുഅ്ജിസത്തുകളാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്, നമ്മുടെ നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇബ്നു സൈമി പറയാണ്, പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പാറമ്മ അടിച്ചു വെള്ളം വന്നു. പക്ഷെ അതിനേക്കാൾ വലിയ മുഅ്ജിസത്ത് റസൂലുള്ളാഹിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് യാത്രക്കിൽ പാത്രം കൊണ്ടുവരാൻ വെള്ളമല്ല, അപ്പൊ പാത്രം കൊണ്ടുവരാൻ വേണ്ടു. അപ്പൊ കൈ അവിടെ വെച്ച് എന്ത് ചെയ്തു, കയ്യിൽ നിന്ന് വെള്ളം വന്ന സംഭവം ഉണ്ടല്ലോ, കയ്യിൽ നിന്ന് വെള്ളം വന്നു, അതൊരു മുഅ്ജിസത്താണ്. അതേ സമയത്ത് ഇതേ പ്രവാചകൻ തന്നെ വെള്ളമില്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ സ്ഥലത്ത് പിന്നെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അപ്പൊ കൈ വെച്ചിട്ടില്ല. അപ്പൊ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ വെച്ചു, വെള്ളം വന്നു, അവിടെയുള്ള ആളുകൾക്കൊക്കെ വെള്ളം കുടിച്ചാൽ ഇമാം ബുഖാരി മുസ്ലിം കുതിച്ചു സംഭവം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പാറയിലടിച്ചു, 12 അരുവിണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ വെള്ളത്തിൽ വെച്ചു, കൈ ഒരു പാത്രത്തിൽ വെച്ചു, അതിലൂടെ വെള്ളം ഉണ്ടായി. അപ്പൊ ഇത് രണ്ടും അത്ഭുതമാണ്. മൂസാ നബിയുടേതും മുഅ്ജിസത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതും
മോചത്താണ്. ഇത് അത് പിന്നെ അബൂല പറഞ്ഞല്ലേ, ആ നരകത്തില് കണ്ട് കാര്യമില്ലല്ലോ. പിന്നെ അപ്പൊ ഇതില് ഇപ്പൊ മൂസാനബിക്കും മോചത്തുണ്ട്, റസൂലുള്ളാഹിക്കും മോചത്തുണ്ട്. ഇതിൽ ഇബ്നു ഹസീം പറയുന്നത് ഇതിലിപ്പോ ഏത് മോചത്താണ് വലുത്? ഏത് വലുത്? അതായത് ഒരു പാറയിൽ അടിച്ചിട്ട് 12 അരുവികൾ ഉണ്ടായി ഒരു മോചത്താണ്. ആ മോചത്താണോ കൂടുതൽ അത്ഭുതം, അതെല്ലാം കൈ പാത്രത്തിൽ വെച്ചിട്ട് പിന്നെ വെള്ളം വന്നതാണോ? ഇബ്നു ഹസീം പറഞ്ഞ 2 കാര്യം കൊണ്ട് റസൂലുള്ളാഹിന്റെ മോചത്താണ് വലുത്. കാരണം എന്താ വെച്ചാൽ, ഒന്ന്, കല്ല് എന്നുള്ളത് അതിന്റെ ഫിത്രത്തിൽപ്പെട്ടതാണ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരിക എന്നുള്ളത്. കാരണം അൻഹാർ എന്നല്ല പറഞ്ഞിട്ടുണ്ട്. കല്ലിൽ നിന്നൊരു വെള്ളം വരിക എന്നുള്ള എന്തല്ല, അത്ഭുതമല്ല. പക്ഷെ വെള്ളമില്ലാത്ത കല്ലിൽ നിന്ന് വെള്ളം വരുത്തി എന്നുള്ളതാണ് എന്താ അവിടെ അത്ഭുതം. ഒന്നാമത്തെ കാര്യം. അപ്പൊ അതേ സമയത്ത് കയ്യിൽ നിന്ന് വെള്ളം വരിക എന്നുള്ള എന്താണ്, അത്ഭുതമാണ്. ഒരു പാറയിൽ നിന്ന് വെള്ളം വരുന്നേക്കാൾ കൂടുതൽ അത്ഭുതമാണ് കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക, കയ്യിൽ നിന്ന് വെള്ളം സാധാരണ എന്ത് ചെയ്യാറില്ല, വരല്ല. രണ്ടാമത്തെ കാര്യം മനസ്സിലും പറഞ്ഞത്, ഈ പാറ വെള്ളം സാധാരണ ഉണ്ടവരെ ഭൂമിയിൽ നിന്നാണല്ലോ, ഭൂമിയിൽ നിന്നല്ല വെള്ളം വരിക, ഭൂമിയിലാണ് വെള്ളമുള്ളത്. അപ്പൊ ഈ കല്ല് എവിടെ നിൽക്കുന്നത്, ഭൂമിയിലാണ്. അതേസമയത്ത് റസൂലുള്ളാഹിന്റെ കൈ പാത്രത്തിൽ വെച്ച് ഭൂമിയായിട്ട് കണക്ഷൻ ഇല്ല, മനസ്സിലല്ലേ? അപ്പൊ കല്ല് എന്തിനായിട്ട് കണക്ഷൻ ഉണ്ട്, ഭൂമിയായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും വെള്ളം ഭൂമിയിൽ നിന്നാണ് വരിക. അതേസമയത്ത് റസൂലുള്ളാഹിന്റെ കൈ എവിടെ വെച്ചത്, പാത്രത്തിലാണ്, ഭൂമിയായിട്ട് കണക്ഷൻ ഇല്ല. അപ്പൊ ഭൂമിയുമായി കണക്ഷൻ ഉള്ള കല്ലിൽ നിന്ന് വരുന്നേക്കാൾ അത്ഭുതമാണെന്ത്, ഭൂമിയുമായി ബന്ധമില്ലാത്ത കയ്യിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് വെള്ളം വന്നതുണ്ട്. അപ്പോൾ ഇതാണ് പാറ. ഇങ്ങനെയുള്ള പാറകളാണ്. അതുകൊണ്ടാണ് അധിക നദികളൊക്കെ ഒഴുകി വരുന്നതെന്ന് വെച്ചാൽ മലന്റെ മുകളിൽ നിന്നാണ്. പിന്നെ ഈ വെള്ളം കാര്യങ്ങളൊക്കെ അതിന്റെ ഉത്ഭവസ്ഥാനം എവിടെ ആയിരിക്കും, പർവ്വതങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്മാർക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യന്മാരെ കൊണ്ട് ഭൂമി ചാഞ്ഞു പോകാതിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച സംവിധാനമാണ് ഈ പർവ്വതങ്ങൾ. നിങ്ങൾ ആലോചിച്ച്, മനുഷ്യൻ എപ്പോൾ നമുക്കറിയാം ഭൂമി ഉരുണ്ടതാണ്. ചില ആളുകൾ ചോദിക്കും, ഇപ്പൊ നമ്മളിപ്പോ ഇവിടെയാണ്, നമ്മളിവിടെയാണ് ഇപ്പൊ, ഇതിപ്പോ കേരളത്തിൽ മൂന്നാമത്തെ CKP വരെ നിൽക്കുക. അപ്പൊ നമ്മൾ നേരെ താഴെ അമേരിക്കയിലെ CKP ഉണ്ടാവുമല്ലോ. അപ്പൊ ചില ആളുകൾ ചോദിക്കാം, അപ്പൊ ഓലാണെങ്കിൽ തല കുത്തലല്ല നിൽക്കുക. നമ്മളെ വീക്ഷണപ്രകാരം എന്താണ്ടാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തല കീപ്പിട്ടായിട്ടല്ലേ നിൽക്കണ്ടേ. പക്ഷെ അങ്ങനെയല്ലല്ലോ. എന്തുകൊണ്ടാ, ഓല കാലെവിടെയാണ്, ഓല കാല് ഭൂമിയിലാണ്. ഭൂമിയിൽ കാലുണ്ടാകുമ്പോൾ ഇങ്ങനത്തെ നിൽക്കാൻ കഴിയുള്ളൂ. മനസ്സിൽ നിങ്ങൾ ആലോചിച്ചു. ഇത് മാത്രമല്ല, ഭൂമി അതിശക്തമായി എന്ത് ചെയ്യുന്നുണ്ട്, ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ ചലനത്തിനിടയിൽ പിന്നെ എന്ത് സംഭവിക്കണില്ല, ചലനത്തിനിടയിൽ പിന്നെ തെറിച്ചുകൊണ്ടോ. ഇപ്പൊ നമ്മളൊരു ചാറ്റിൽ വട്ടത്തിൽ കയറില്ലെങ്കിൽ പിടിച്ചു നിന്നെങ്കിൽ എന്ത് ചെയ്യും, തെറിച്ചുല്ലേ. ഈ റൗണ്ട് അടിക്കണ ചാറ്റിൽ വട്ടത്തിൽ കയറിയൊക്കെ നമ്മൾ പിടിച്ചു തെറിച്ചു. അതിനാണ് ആ ബെൽറ്റൊക്കെ ഇടുന്നത്. പക്ഷെ അതിനേക്കാൾ ശക്തമായി എന്ത് കറങ്ങുന്നുണ്ട്, നമ്മൾ ആ ബെൽറ്റ് ഇട്ടിട്ടല്ലോ ഇരിക്കണേ. അപ്പൊ അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ അനുഗ്രഹമാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, നമുക്കറിയാം ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമി മാത്രമല്ല കറങ്ങണം. ഇപ്പൊ ശാസ്ത്രം പറഞ്ഞെന്ന് വെച്ചാൽ ഭൂമി മാത്രമല്ല കറങ്ങണം. കാരണം ഭൂമി മാത്രമാണ് കറങ്ങിയിരുന്നത് എങ്കിൽ, അതായത് ഭൂമിയുടെ ഈ ചുറ്റിനുമുള്ള വായു ഉണ്ടല്ലോ, ഭൂമിയുടെ ചുറ്റിനുമുള്ള വായു, ഭൂമിക്ക് ചുറ്റും വായു ഇല്ലേ, ഭൂമിക്ക് ചുറ്റുമുള്ള വായുവും അതിനോടനുബന്ധിച്ച് കറങ്ങിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ, കരിപ്പൂരിൽ നിന്ന് വിമാനം മുന്തിയവിന് ഇറങ്ങാൻ സ്ഥലം ഉണ്ടാവില്ല. കാരണം എന്താ, മനസ്സിലായോ? അതായത് നമ്മൾ ഇവിടുന്ന് സൗദി അറേബ്യക്ക് ഫ്ലൈറ്റ് കയറുകയാണ്. അപ്പൊ നമ്മൾ പിന്നെ ഫ്ലൈറ്റ് പൊന്തിക്കഴിഞ്ഞാൽ ഭൂമിന്ന് വിട്ടില്ലേ. അപ്പൊ പിന്നെ ഇനി അടുത്ത സൗദി അറേബ്യ എവിടെ നമ്മളങ്ങനെ കണ്ടെത്തുക? ലോകം മുഴുവൻ തെരഞ്ഞാൽ സൗദി അറേബ്യ ഇതിങ്ങനെ കറങ്ങല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ശാസ്ത്രം പറഞ്ഞു വെച്ചാൽ ഭൂമി മാത്രമല്ല കറങ്ങുന്നത്, ഭൂമിയുടെ അടുത്തുള്ള വായു എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ട്. അത് വല്ലാത്ത അത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ പ്രപഞ്ചം മൊത്തം എന്ത് ചെയ്യുന്നു,
മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. അപ്പൊ ഇത്രയും ഭാരമുള്ള വസ്തുവിന് അള്ളാഹു എന്ത് ചെയ്യുന്നത്? ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളല്ലല്ലോ ഭൂമിയെ ബുദ്ധി തള്ളിക്കണേ. കാരണം രാവിലെയും വൈകുന്നേരം മനുഷ്യന്മാര് പ്രഭാതമാകാൻ വേണ്ടി ഭൂമിനെ തള്ളിക്കൊണ്ടുപോകില്ല. അതാണ് അള്ളാഹു ഇവിടെ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇനി മാത്രമല്ല, വജഅൽനാ ഫീഹ, ആ ഭൂമിയിൽ നാം ഉണ്ടാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ സൃഷ്ടിച്ചിരിക്കുന്നു, ഫിജാജൻ. ഫിജാജ് എന്ന് പറഞ്ഞ ശരിക്ക് പിന്നെ ഫജ്ജ എന്ന് പറഞ്ഞ ശരിക്ക് വിടവ് എന്നർത്ഥം. അത് രണ്ട് കാലുകൾക്കിടയിലുള്ള വിടവിനാണ് ശരിക്ക് ഫജ്ജ് എന്ന് പറയുന്നത്. രണ്ട് കാലുകൾ എന്ത് ചെയ്യുക, വിട്ടുവെക്കുണ്ടാവുന്ന വിടവുണ്ടല്ലോ. അപ്പൊ ഇവിടെ പർവ്വതങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പർവ്വതങ്ങളിൽ നാം വിടവുണ്ടാക്കിയിരിക്കുന്നു. അങ്ങനത്തെ വിടവ് സുബുലൻ, വഴികൾ. സബീലിന്റെ ജമ്മാണെന്ത്? സുബുൽ. സബീൽ എന്ന് പറഞ്ഞാൽ വന്നഹദ എന്താ പറയാ, സബീൽ എന്ന് പറഞ്ഞ നേരായ വഴി. അതിന്റെ ജമ്മാണ് ബഹുജമാണ് സുബുൽ. അപ്പൊ പർവ്വതങ്ങളിൽ നാം ഉണ്ടാക്കിയിരിക്കുന്നു, വഴികളെ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ പർവ്വതങ്ങൾ നമുക്കറിയാം, മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പർവ്വതങ്ങൾ മനുഷ്യന്മാർക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒന്നല്ല. അപ്പൊ ഈ ആയത്തിറങ്ങുമ്പം ഉള്ള വഴികൾ ഏതൊക്കെയാണ്? ആ പർവ്വതങ്ങളിലൂടെ അവർ കയറി സഞ്ചരിച്ചിരുന്ന വഴികൾ. അപ്പൊ ഇന്ന് ആധുനികമായി ചിന്തിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്കറിയാം, ഈ വലിയ വലിയ പർവ്വതങ്ങൾക്കുള്ളിലൂടെ എന്തുണ്ട്? തുരങ്കണ്ട് അല്ലേ? അപ്പൊ മനുഷ്യന്മാർക്ക് വളരെ എളുപ്പത്തിൽ സഞ്ചരിച്ചെത്താൻ കഴിയുന്ന വലിയ അതാണ് ശരിക്കും ഫജ്ജ എന്ന് പറഞ്ഞ വിടവ് എന്നർത്ഥം. പർവ്വതങ്ങളെ പിന്നെ നമ്മൾ ആധുനികമായി ചിന്തിക്കുകയാണെങ്കിൽ ആ പണ്ടത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കും ആ പർവ്വതങ്ങൾ എന്തുണ്ട്? വഴികളുണ്ട്. കാരണം പർവ്വതങ്ങള് അവർ കയറി മറിഞ്ഞിട്ടാണ് വഴികൾ കണ്ടെത്തിയത്. നിങ്ങൾ ആലോചിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ. അപ്പൊ ഈ ഹജ്ജിനൊക്കെ നമ്മള് പിന്നെ മക്കത്തുനിന്ന് പിന്നെ നമ്മള് അറഫയിൽ മിനായിക്കൊക്കെ നടക്കുമ്പം ഒരുപാട് മലകളുണ്ടല്ലോ. മലകളുണ്ട്. ശരിക്കും അവിടെ വഴി അറിയില്ലെങ്കിൽ നമ്മൾ ഏത് മലന്റെ ഒക്കെ പോവാ. ഒരുപാട് മലകൾ. ഒരു മല കയറി കഴിഞ്ഞപ്പോ ആ മലകളിലൂടെയും അതുപോലെ തന്നെ മലല്ലാത്ത സ്ഥലത്തൂടെയും വഴികൾ അന്നേ ഉണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരു വഴി ഉണ്ടല്ലോ. ആ വഴിയിലൂടെയാണ് ആര് പോയത്? വിശ്വാസം പോയതല്ലോ, അല്ല വെറുതെ ഇറങ്ങി പോയതല്ലോ. ഒരു വഴി അന്നേ ഉണ്ട്. മനുഷ്യ ആരംഭം മുതൽക്കു തന്നെ ഭൂമിയിൽ സഞ്ചരിക്കുന്ന രീതിയിലുള്ള വഴികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അത് മലകളിലൂടെയും ഉണ്ട്. വജഅൽനാ ഫീഹാ ഫിജാജൻ സുബുല, ഒരു വിടവുകൾ ഉണ്ടാക്കി. ആ വിടവിന് വഴികളാണ്. അപ്പൊ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വഴികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളിലും പർവ്വതങ്ങളിലൂടെയും മനുഷ്യനെ സഞ്ചാരയോഗ്യമാക്കി അള്ളാഹു മാറ്റിയിട്ടുണ്ട്. ഇവിടെ തഫ്സീറിൽ കാണാം. മാത്രമല്ല, പർവ്വതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പലപ്പോഴും പല രാജ്യങ്ങളെയും വേർതിരിക്കുന്ന വലിയ പർവ്വതങ്ങളായിരിക്കും. ഈ പർവ്വതത്തിന്റെ അപ്പുറം രാജ്യം, ഹിമാലയത്തിന്റെ അപ്പുറം ഇന്ത്യ, അപ്പുറത്തേക്ക് ചൈന, പിന്നെ നേപ്പാൾ എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ പർവ്വതങ്ങളായിരിക്കും ചിലപ്പോൾ എന്തുണ്ടാകുക, ഒരു രാജ്യത്തെ അതിർത്തികൾ വേർതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുക. അതേപോലെ തന്നെ പിന്നെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അതാണ് ലഅല്ലഹും യഹ്തദൂൻ. ഈ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ നിങ്ങൾക്ക് വഴികാട്ടികളാണ്. ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ ലഅല്ലഹും, എന്തിനു വേണ്ടിയാണ് ഈ വലിയ വലിയ പർവ്വതങ്ങൾ രണ്ടാമത് പിന്നെ ഉണ്ടാക്കിയ ലക്ഷ്യം എന്താ വെച്ചാൽ ലഅല്ലഹും യഹ്തദൂൻ, അവർക്ക് ആ പർവ്വതങ്ങൾ കൊണ്ട് എന്തുണ്ടാവും? ഹിദായത്ത് ലഭിക്കാറുണ്ട്. പർവ്വതങ്ങൾ കൊണ്ട് ഹിദായത്ത് ലഭിക്കാറുണ്ട്. വഴി അറിയാതെ നിൽക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് കണ്ട് ദൂരത്ത് നോക്കി നമ്മൾ കരിമ്പർമല കണ്ടറിയാം. നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയാണ് ആദ്യം കാണുക. മദീനയ്ക്ക് എത്തുമ്പോൾ കാരണം ഉഹദ് മല നല്ല ഉയർന്ന മലയാണ്. അപ്പൊ ആ മല കാണുമ്പോൾ മനസ്സിലാവുന്നത് ഏകദേശം നമ്മുടെ നാട് എത്തിയിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേഗത്തിൽ നടക്കുമെന്ന രീതിയിൽ കാണാം. അപ്പൊ മലകളുടെ അല്ലാഹു വഴികൾ ഉണ്ടാക്കി. ആ വഴികളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് വഴി കണ്ടെത്താനുള്ള സംവിധാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നിരിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. കാരണം പർവ്വതങ്ങൾക്ക് മുകളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് വഴികളെ ഉണ്ടാക്കിയിരിക്കുന്നു. ഈ കൊങ്കൺ റെയിൽവേ ഒക്കെ പോയ ആളുകൾക്കറിയാം, ശരിക്കും ആയത്തൊക്കെ അവിടെ നമുക്ക് ശരിക്കും മനസ്സിലാവും. രണ്ട് വലിയ പർവ്വതങ്ങൾക്കിടയിലാണെന്ത് തുരങ്കുണ്ടാക്കിയിട്ട് അതിനെ ബന്ധിച്ച് അവിടെ മനുഷ്യന്മാർ സഞ്ചരിക്കുകയാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ
മനുഷ്യന്മാർക്കൊന്നും ഒരു നിലക്കോയിക്കൂടെ സഞ്ചരിക്കാൻ കഴിയൂല എന്ന് തോന്നിയ രൂപത്തിലുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഇന്നിപ്പം മനുഷ്യന്മാര് നടന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അള്ളാഹുവിന്റെ ഒരു വലിയ നിഅമത്തായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഇതാണ് ഭൂമിയിൽ അള്ളാഹു ഇതൊക്കെ സംവിധാനിച്ചു. ആ ഭൂമിയിലാണ് ആദ്യം പർവ്വതങ്ങൾ ഉണ്ടാക്കി, അതുപോലെ തന്നെ വഴികൾ ഉണ്ടാക്കി, ആ വഴിയിലൂടെ മനുഷ്യന്മാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എന്താണ് ആകാശത്തിന് സംഭവിച്ചത്? വജഅൽന സമാഅ സഖഫൻ മഹ്ഫൂള. ഇനി ആകാശത്ത് നാം എന്താക്കി? സഖഫ് എന്ന് പറഞ്ഞാൽ മേൽക്കൂര എന്നർത്ഥം. ഭൂമിയുടെ മുകളിൽ ഒരു മേൽക്കൂരയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ സൃഷ്ടിച്ചു. ഇവിടെ സമാ എന്നുള്ളത് ഏകവചനത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം ഈ ആകാശങ്ങൾ എത്ര ഉണ്ട്? 7 ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുമായി കൊണ്ട് ബന്ധപ്പെടുന്ന ആകാശം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്നാം ആകാശമാണ്. അതായത് ഈ നക്ഷത്രങ്ങളും അതുപോലെ തന്നെ ഗാലക്സികളും മിൽക്കി വേ, ബ്ലാക്ക് ഹോൾസും സംഗതികളൊക്കെ ഉള്ള ഒന്നാം ആകാശമാണ് ശരിക്കും. അതുകൊണ്ടാണ് വജഅൽന സമാഅ ദുനിയ, ദുനിയാവിന്റെ ആകാശം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഏറ്റവും അടുത്ത, നമ്മുടെ ഏറ്റവും അടുത്ത ആകാശത്തെ സംബന്ധിച്ച ഏറ്റവും അടുത്ത ആകാശം എന്ന് പറഞ്ഞാൽ ഒന്നാം ആകാശം. ഈ ഒന്നാം ആകാശത്തിന്റെ പരിധി എന്ത് ചെയ്തിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല. ഒന്നാം ആകാശത്തിന്റെ പരിധി ഇവിടെ നിന്നുള്ള മനുഷ്യന്മാർ കണ്ടിട്ടില്ല. കാരണം ഈ കണ്ട നക്ഷത്രങ്ങളും എന്താ പറയാ ഗാലക്സികളൊക്കെ ഉള്ളത് ഈ ഒന്നാം ആകാശത്ത്. ഈ ഒന്നാം ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ ആകാശത്തെ അല്ലാഹു ധരിക്കുന്നു, മേൽക്കൂരയാക്കിയിരിക്കുന്നു. മേൽക്കൂര എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ മേൽക്കൂര? മഹ്ഫൂള്. മഹ്ഫൂൾ എന്ന് പറഞ്ഞാൽ എന്താ? സംരക്ഷണമുള്ള അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന. ഇവിടെ നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇപ്പൊ നമുക്കൊരു ഭൂമി, ആ ഭൂമിയുടെ മുകളിലാണ് ഒന്നാം ആകാശം ഉള്ളത് അല്ലേ? ഭൂമിയാണ് ഈ ഒരു ഇതിലാണ് ഒന്നാം ആകാശം ഉള്ളത്. അത് കഴിഞ്ഞിട്ട് 2, 3, 4, 5, 6 ഇങ്ങനെ വ്യത്യസ്തമായ ആകാശങ്ങൾ ഉണ്ടാവും. തട്ടായി എന്ത് ചെയ്തിരിക്കുന്നു? സംരക്ഷിച്ചിരിക്കുന്നു. ഇനി അതിന്റെ മുകളിലാണ് അള്ളാഹുവിന്റെ അർശുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ അർശിനെ സംബന്ധിച്ച് ഒരു ഖുബ്ബത്തൻ മഹ്ഫൂള എന്ന് ചില ഹദീസിൽ കാണാം. അള്ളാഹുവിന്റെ അർശ് എന്താണ്? ഈ ഇപ്പൊ ഭൂമിക്കൊരു മേൽക്കൂരയാണെന്ത്? ആകാശം. ഭൂമിക്കുള്ള മേൽക്കൂരയാണെന്ത്? ആകാശം. ഈ പ്രപഞ്ചത്തിന് തന്നെയുള്ളൊരു മേൽക്കൂരയാണെന്ത്? അള്ളാഹുവിന്റെ അർശ് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ അർശിന്റെ താഴെയാണ് എല്ലാം ഉള്ളത്. 7 ആകാശങ്ങളും ഭൂമിയും എല്ലാം ഉള്ള അള്ളാഹുവിന്റെ അർശിന്റെ താഴെ. അപ്പൊ അള്ളാഹുവിന്റെ അർശ് ഈ പ്രപഞ്ചത്തിന് തന്നെ ഒരു മേൽക്കൂരയാണ്. അതേസമയത്ത് ഭൂമിക്കുള്ള മേൽക്കൂര എന്ന് പറഞ്ഞാൽ ഒന്നാം ആകാശമാണ്. ഈ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ അവിടെ ഹിഫ്ദ് സംരക്ഷിക്കാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ നമുക്കറിയാം ഈ എന്താ പറയാ കൊള്ളി മീനുകൾ, അതുപോലെ തന്നെ വായുവിൽ നിന്നൊക്കെ വരുന്ന അപകടങ്ങളുണ്ടല്ലോ. അപ്പൊ വാനലോകത്ത് നിന്നൊക്കെ വരുന്ന അവശിഷ്ടങ്ങൾ, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഭൂമിയിലേക്ക് പതിക്കാതെ സംരക്ഷിക്കുന്ന ഒരു മേൽക്കൂരയാണെന്ത്? നമ്മുടെ സാധാരണ വീടിന് എന്താ മേൽക്കൂര ഉണ്ടായാലും നമുക്കൊരു സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ഭൂമിയിൽ മുകളിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ തടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതാണ് സഖഫ് എന്ന് പറഞ്ഞത്. അപ്പൊ ഭൂമിയിലേക്ക് വരുന്ന ഉൽക്കകള്, അതുപോലെ തന്നെ കൊള്ളിമീനുകള്, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും വസ്തുക്കള്, അതിനെല്ലാം സംരക്ഷിക്കുന്ന ഒരവസ്ഥയാണ് ഒന്നാം ആകാശത്തിലുള്ളത്. മനസ്സിലായി? അതായത് ഭൂമിക്ക് പുറത്ത് നിന്ന് ഭൂമിയിലേക്ക് നമ്മൾ ചില ദിവസം പേപ്പറിലൊക്കെ കാണാം ഉൽക്കാവർഷം ഉണ്ടാവും അല്ലേ? എന്താ മുകളിൽ നിന്ന് ഉൽക്കകൾ വരികയാണ് ഭൂമിയിലേക്ക്. പക്ഷെ അത് ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? നശിച്ചു പോകുന്നുണ്ട്. അതെന്തുള്ളതുകൊണ്ടാണ്? ഈ സമാവിന്റെ ഒരു സംരക്ഷണം ഉള്ളതാണ്, ഒരുക്കിയോണ്ടാണ്. ഇതിലൂടെ വരുമ്പോഴേക്കും എന്ത് ചെയ്യും? അതുപോലെ കത്തി ചാമ്പലായി പോകുന്ന അവസ്ഥ ഉണ്ട്. അപ്പൊ ശരിക്കും അള്ളാഹുവിന്റെ സംരക്ഷണം ഒരുക്കി. ഇതിന്റെ മനുഷ്യന്മാരോടെ ഭൂമി ഉണ്ടാക്കിയവരുടെ വാർത്തയുടെ പറഞ്ഞല്ല, മനുഷ്യന്മാർക്ക് ആവശ്യം എല്ലാ സംരക്ഷണങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ ഭൂമി ഉണ്ടാക്കി, ആ ഭൂമിയുടെ താഴെ പർവ്വതങ്ങൾ ഉണ്ടാക്കി, മുകളിൽ എന്ത് ചെയ്തു? താഴത്തെ സംരക്ഷണമായി, മുകളിലും ഈ സമാവ് കൊണ്ട് എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം കൊടുക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ ഇങ്ങനെയൊക്കെ അടിയിലും മുകളിലും അള്ളാഹുവിന്റെ സംരക്ഷണം അള്ളാഹു മനുഷ്യന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാലും വഹും അൻ ആയാതിഹാ മുഅ്രിദൂൻ, ഇതൊക്കെ മനുഷ്യന്മാർ കണ്ടാലും ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും എല്ലാം ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു? തിരിഞ്ഞു പോകും. ഇതൊക്കെ ഭൂമി ആകാശം
ഭൂമി ആകാശം കാണാത്തൊരു ഉണ്ടാവും. ഓരോ ദിവസവും ഓരോ സെക്കൻഡ് നമ്മൾ ഭൂമി ആകാശം കണ്ടുകൊണ്ടിരിക്കല്ലേ. ഒരു ദിവസം ഒരു മനുഷ്യനെ കാണാൻ വെക്കാൻ പറ്റാത്ത എന്താണ്? ഒന്നുകിൽ ഭൂമി കാണും, ഭൂമി എന്തായാലും കാണും, അല്ലെങ്കിൽ ഭൂമി ആകാശവും കാണും. ഈ ഭൂമിയും ആകാശവും നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാര് പക്ഷെ ഈ രണ്ടിന്റെയും ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് എന്താണ് ചിന്തിക്കുന്നില്ല. ഒരു ഉൽക്ക വന്ന് തലേക്ക് വീണാൽ കഴിഞ്ഞു മനുഷ്യന്റെ കഥ. മനുഷ്യന്റെ തന്നെ ഭൂമിയുടെ മൊത്തം കഥ കഴിഞ്ഞ്. പക്ഷെ ആ ഉൽക്ക വരാതെ അന്ന് സംരക്ഷിക്കുന്ന ആകാശമുണ്ട്. അതുപോലെ തന്നെ ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ട് കുലുങ്ങാതെ ബാലൻസ് ചെയ്യുന്നതാണ് എന്ത് പർവ്വതങ്ങൾ. ഈ ഭൂമി കുലുക്കങ്ങളൊക്കെ വർദ്ധിക്കാൻ കാരണം പ്രധാനമായിട്ട് പറഞ്ഞത് പരിസ്ഥിതി ആൾക്കാർ പറഞ്ഞെന്താ, മലകൾ എന്ത് ചെയ്യുക, പിന്നെ ഇടിച്ചു പൊളിച്ച് നിർത്തുകയാണല്ലോ അല്ലേ. മലകളൊക്കെ ഇടിച്ചു പൊളിച്ച് നിർത്തുകയാണ്. അപ്പോൾ നാഷണൽ ഹൈവേ ഒക്കെ വരുമ്പോഴത്തേന് ഏകദേശം മലക്ക് മലപ്പുറം ജില്ല എന്തായിട്ടുണ്ടാവും, തീരുമാനമായിട്ടുണ്ടാവും. കാരണം ഇതിലേക്ക് കണ്ട വലിയ വലിയ പാലങ്ങളും ഈ റോഡുകളും ആറുവരി അതൊക്കെ കല്ല് വേണ്ടേ. കല്ല് എവിടുന്നുണ്ടാകുക? ഈ മലമൊന്നും എടുത്തിട്ട് പോകണം. നമ്മളെ മിനിയൂട്ടിൽ നിന്നൊക്കെ എങ്ങനെ പോകണത് അധികം. അപ്പൊ ഇനി വല്ലാതെ പ്രതീക്ഷിക്കാ എന്ത് ചെയ്യാ, ഒരു ഭൂമികൾക്കൊക്കെ പ്രതീക്ഷിക്കാറുണ്ട്. എല്ലാവരും നല്ലോ കരുതിക്കൊണ്ട്. അതായത് അള്ളാഹുവിന്റെ സംരക്ഷണം ആണിതൊക്കെ. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഉണ്ടായി വരും. അയർച്ചാണ്ട് പിന്നെ നമ്മളിങ്ങനെ പെരെടുക്കാതെ കുത്തിരിക്കൊന്നും വേണ്ട. ഞാൻ പെരെടുക്കണേ കല്ല് പൊട്ടിച്ചാലും കല്ല് പൊട്ടിച്ചാലും ഭൂമി കൊല്ലും. അതുകൊണ്ട് ഇനി നാട്ടുകാർക്കെടുക്കാന്ന് വെച്ചാൽ നമ്മൾ പെരെടുക്കാക്കൊന്നും വേണ്ട, നമുക്ക് പെരെടുക്കാം. അത് സ്വാഭാവികമായിട്ട് വരുന്നൊരു പ്രതിഭാസമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു കാരണം ഉണ്ടാകുമ്പോൾ മറ്റേ കാരണം അതിന് പിന്നെ ബദലായിട്ട് ഉണ്ടാവുമെന്ന് മാത്രം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത്ര ഭൂമി രണ്ടും ഒന്നായി, രണ്ട് വേർപ്പെടുത്തി അന്ന് കൊടുത്ത് ഭൂമിയിൽ അവർക്ക് ആവശ്യ സംവിധാനം കൊടുത്ത് ആകാശത്തെ അള്ളാഹു കൂടെ സംരക്ഷണ കവചാക്കി നിർത്തി. ഇങ്ങനെ ഭൂമിയിലും ആകാശത്തിലും മനുഷ്യന്മാരെന്ത് ചെയ്തു അള്ളാഹു കാത്തുരക്ഷിച്ചു. എന്നിട്ട് വഹും അൻ ആയാതിഹാ മുഅ്രിദൂൻ, എന്നിട്ടും അവർ അള്ളാഹുവിന്റെ ആയത്തുകളെ സംബന്ധിച്ച് തിരിഞ്ഞു കളയുകയാണല്ലോ. ഒരു ചിന്ത മനുഷ്യന്മാർക്കില്ല. ഭൂമിയെ പറ്റി ചിന്തല്ല, ആകാശത്തെ പറ്റി ചിന്തല്ല. ശരിക്ക് പിന്നെ ഭൂമി കുലുങ്ങണില്ലല്ലോ. ഇപ്പൊ നമ്മള് സാധാരണ ഭൂമി കുലുക്കെന്നൊക്കെ പറയും. പക്ഷെ ഭൂമി ഒരു സ്ഥലത്തൊരു കുറച്ച് സ്ഥലത്തല്ലേ കുലുങ്ങുള്ളൂ, ഒരു പ്രദേശത്തിൽ കുലുങ്ങുള്ളൂ. പക്ഷെ ഭൂമിയുടെ ഒന്നാകെ കുലുങ്ങിയാലോ, അതാണ് ഇതാ സുൽസിലത്തിൽ അർളു സിൽസാല, അവിടെയാണ് ഖിയാമത്താണ് വരിക. അപ്പൊ ഒന്നാകെ കുലുങ്ങാണ്. മറ്റേത് വെച്ച് ചെറിയ സ്ഥലത്ത് കുലുങ്ങുമ്പോഴാണ് അതിന് വലിയ. ഇപ്പോൾ പിന്നെ മഹാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടാകുമ്പോൾ മദീനയിൽ ചെറിയ ഭൂമി കുലുക്കുണ്ടായി. അപ്പോ അദ്ദേഹം ആൾക്കാരോട് പറയാണ്, ഇതാ നിങ്ങളൊക്കെ തിന്മകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് നിങ്ങള്, അതുകൊണ്ട് തിന്മകൾ കുറച്ചുകൂടി ഇനിയും ഇവിടെ കുലുങ്ങുകയാണെങ്കിൽ ഉമ്മർ ഇവിടെ ഉണ്ടാവില്ല. ഈ നാട്ടിൽ നിന്ന് എന്ത് ചെയ്യും, പിന്നെ സൗർഗൽ ഉഹുദ് മല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു പറയാണ്, ഇനിയും ഇവിടെ കുലുങ്ങുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യൂല, ഇവിടെ ഉണ്ടാവില്ല, ഞാൻ എന്ത് ചെയ്യും. കാരണം മനുഷ്യന്മാരുടെ തിന്മകൾ വർദ്ധിക്കുമ്പോഴാണ്. അധികം നിങ്ങൾ ആലോചിക്കി, അധിക സുനാമികളൊക്കെ അധികം ഈ ഡിസംബർ മാസത്തിലുണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഉറപ്പുള്ള കാര്യം ഏതാ? അന്തോ റഹ്മാനി വലദ എന്ന് പറഞ്ഞില്ലേ, ആകാശങ്ങളും ഭൂമിയും ധരിക്കുന്നു. തക്കാദു സമാവാത്ത് യതഫത്തറു വയൻശഖുൽ എന്നൊക്കെ പറഞ്ഞില്ലേ, ഭൂമി പൊട്ടിപ്പിളരായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് അള്ളാഹുവിന് കുറ്റിണ്ടായി എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പിന്നതായിട്ടുണ്ടാകാം. അതേപോലെ തന്നെയാണ് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഉമറും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇവര് ഉഹുദ് മലയിൽ ഇരിക്കാൻ. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോയി സഞ്ചരിക്കുക. ഉഹുദ് മലന്റെ അടുത്തെക്കുമ്പോൾ ഉഹുദ് മല ചെറുതായിട്ടൊന്ന് കുലുങ്ങി. അവർ അടങ്ങിക്കയറും. ഇപ്പൊ നിന്റെ മലന്റെ ഈ മലയിലുള്ളത് ഒരു പ്രവാചകനും ഒരു സിദ്ദീഖും 2 ഷഹീദുകളുമാണ്. ആ 2 ഷഹീദ് പറഞ്ഞ ഉമറും ഉസ്മാനും. അപ്പൊ ഉമർ റളിയല്ലാഹു ഉസ്മാൻ റളിയല്ലാഹു റസൂൽ സന്തോഷ വാർത്ത കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഷഹീദാവുന്നു. അത് ചോദിങ്ങനെ പേടിച്ച് പഠിച്ചോനെ നമ്മളോട് പറയും നിങ്ങളെ കൊല്ലപ്പെടുന്ന പറഞ്ഞ നമ്മളെ അസ്തം. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് സന്തോഷമാണ്. കാരണം അള്ളാഹുവിന്റെ പിന്നെ എന്താ പറയാ മാർഗത്തിൽ ഷഹീദായി പോകുക എന്നുള്ളത് വലിയ തൗഫീക്ക് പിന്നെ തൗഫീക്ക് ലഭിക്കുന്ന ആളുകളായിട്ടാണ് അവർ മനസ്സിലാക്കുക. അപ്പൊ ബിഅർ സംഭവത്തിൽ കാണാം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ 70ഓളം ആളുകൾ വന്നിട്ട് അവർ കൊണ്ടുപോയല്ലോ.
ഏതോളം ആളുകൾ ഖുർആനുകൾ ആവശ്യമുണ്ട് പറഞ്ഞ് കൊണ്ടുപോയി. എന്നാൽ അവസാനം കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അവർ ആ ഏതോ ആളുകളെ ചതിച്ച് കൊല്ലാണ്. അതിലൊരു വ്യക്തിയെ അവർ അദ്ദേഹത്തിന്റെ ഗോത്രം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിട്ടു. പിന്നെ ആദ്യം കൊന്നില്ല, പക്ഷെ പിന്നീട് ചില ആൾക്കാർ അഭിപ്രായം എന്തെങ്കിലും വിടാൻ പാടില്ല. അങ്ങനെ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ പിന്നെ അവരിൽ കൂട്ടത്തിൽപ്പെട്ട ഒരാള് ഒരു കുന്തം കൊണ്ട് എന്ത് ചെയ്യാണ്, കഴുത്തിലേക്ക് കുത്താണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, ഫുസ്തു, ഞാൻ വിജയിച്ചിരിക്കുന്നു, വറബ്ബിൽ കാബ, കാബയുടെ റബ്ബ് തന്നെയാണ് സത്യം, ഞാൻ വിജയിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഒരു ഷഹാദത്ത് എത്ര ഞാൻ വിജയിച്ചിരിക്കുന്നു പറഞ്ഞാൽ എന്താ, ഞാൻ ഷഹീദായിരിക്കുന്നു, ഞാൻ അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായി എന്നുള്ളത് ആ ഒരു അഭിമാനം ആണ് യഥാർത്ഥത്തിൽ അവർക്കൊക്കെ കണ്ടിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പൊ ഇതാണ് ബഹുമനായാത്യഹമരുതുൻ, അവർ അള്ളാഹുവിന്റെ ആയത്തുകളെ സംബന്ധിച്ച് വ്യക്തമായി പിന്തിരിഞ്ഞ് കളയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഭൂമിയിലൂടെ നടക്കുമ്പോഴും ആകാശത്തിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോഴും പിന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ ഇപ്പൊ ഈ ഫ്ലൈറ്റിലൊക്കെ പോയ ആളുകൾക്കറിയാലോ, ശരിക്കും ആകാശത്തിന്റെ ഓരോ കിടപ്പുകളും അതുപോലെ തന്നെ മേഘങ്ങളുടെ സംവിധാനങ്ങളൊക്കെ, മേഘങ്ങളും ഒരു പരിധി വരെയല്ലേ മേഘങ്ങൾ പോകണുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകണല്ലോ. അപ്പുറത്തേക്ക് മേഘങ്ങൾ പൊന്തിപ്പോയിട്ട് എന്താ ഉണ്ടാവുക, മഴ കിട്ടൂലല്ലോ. അപ്പൊ അതൊരു ബൗണ്ടറിയിൽ നമ്മൾ പിടിച്ചു നിർത്തുകയാണ് മേഘങ്ങളെ, പിന്നെ അവിടെ നിന്നിട്ട് വെള്ളം കൊടുക്കുകയാണ്, അതിനപ്പുറത്ത് കൂടെ തന്നെ നമ്മൾ പോണത്. അപ്പൊ അതൊക്കെ പക്ഷെ നിങ്ങൾ ആലോചിക്ക്, ഈ ഇത്രയും വലിയ ആകാശത്തിലൂടെ പോകുമ്പോഴും മനുഷ്യന്മാരെന്താ വെച്ചാൽ ഭൂമിന്ന് കണ്ടുപിടിക്കാത്തവന് എന്താ കണ്ടുപിടിക്കണേ, ഫ്ലൈറ്റിൽ നിന്ന്. ഇല്ലേ, പണ്ടൊക്കെ ഫ്ലൈറ്റിൽ മദ്യം വ്യാപകമായി ഉണ്ടായിരുന്നു, പിന്നീട് പ്രശ്നമായപ്പോഴൊക്കെ നിർത്തിയത്. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അത്ര നന്ദി കെട്ട ആൾക്കാരാണ് മനുഷ്യന്മാർ. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇനി ഭൂമിയിലേക്ക് തന്നെ നമ്മൾ വീണ്ടും വരിക. ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രാവിനെയും പകലിനെയും സൃഷ്ടിച്ചിരിക്കുന്നു. ലൈലാണ് രാത്രിയാണ് ആദ്യം, വന്നഹാർ ഭൂമിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾ ആലോചിക്ക്, രാവും പകലും ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മാത്രമല്ല വേറെ സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, പിന്നെ കാലാകാലം നിങ്ങൾക്ക് പകലാണ് എങ്കിൽ നിങ്ങളിൽ ആരാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, രാത്രിയെ കൊണ്ടുവരാണ് പദം. സൂറത്തുൽ ഖസസിൽ കാണാം, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർബദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാഇൻ. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ഇവിടെ രാത്രി എന്ന് ഒട്ടിക്കോളി, ആരാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവരിക? ആലോചിക്ക്, രാത്രി തന്നെ രാത്രി. ഇനിയോ, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർബദൻ ഇലാ യൗമിൽ ഖിയാമ, പകലന്നെ പകല്, രാത്രി ഇല്ല. മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബില്ലൈൽ, ആരാണ് അല്ലാത്ത വേറെ ഏത് ഇലാഹാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, രാത്രി കൊണ്ടുവരിക? അപ്പൊ ശരിക്കും നിങ്ങൾ ആലോചിക്കൂ, രാത്രിയും പകലും മാറി മാറി വരുന്നതിന്റെ പല കാരണങ്ങളുണ്ട്. മനുഷ്യന്മാർ ഭൂമിയിലുള്ള സഞ്ചാരം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ രാത്രി എന്ന് പറഞ്ഞാൽ പ്രകാശമില്ലാത്തതാണല്ലോ രാത്രി എന്ന് പറഞ്ഞത്, അല്ലേ? പകലെന്ന് പറഞ്ഞതാണ് പ്രകാശമുള്ളതാണ്. ശരിക്ക് ഭൂമിയുടെ പൊസിഷനും അതുപോലെ തന്നെ ചന്ദ്രന്റെ ഒക്കെ പൊസിഷൻ അനുസരിച്ച് കൊണ്ടാണല്ലോ അതിൽ രാത്രി പകലൊക്കെ മാറ്റം വരുന്നത്. നിങ്ങൾ ആലോചിച്ച് ശരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിഴൽ എന്ന് പറയുന്ന ഒരു സൃഷ്ടിയെ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ, ഭൂമിയിൽ നിന്ന് നിഴലും സൃഷ്ടിയില്ല, വലിയ നിറ സൃഷ്ടിയില്ല നോട്ടിക്കോളി, നിഴലില്ല. ഇവിടെ എന്താ ഉണ്ടാവുക? രാത്രി ഉണ്ടാവുമോ? പകലുണ്ടാവോ? ശരിക്കും രാത്രി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് രാത്രിയാണല്ലോ, സൂര്യനില്ല, സൂര്യൻ പോയിട്ടൊന്നുമില്ലല്ലോ. ശരിക്കും എന്തുകൊണ്ടാണ് ഇത് സൂര്യനാണെങ്കിൽ പിന്നെ ഈ സൂര്യന്റെ വെളിച്ചത്തിപ്പോ ഭൂമിയാണ് ഇവിടെ, പിന്നെ ഇവിടെ ഭൂമിയാണല്ലോ, ഈ സൂര്യൻ ഇവിടെ. അപ്പൊ ഈ ഭൂമിയുടെ ഇത്ര ഭാഗത്ത് എന്ത് ചെയ്യുള്ളൂ, സൂര്യന്റെ വെളിച്ചടിക്കണുള്ളൂ. അപ്പൊ ഇവിടെ പകലാണ്, ഇവിടെ എന്താണ്, രാത്രിയാണ്. ഈ വെളിച്ചം ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള കാരണം എന്താ? നേലാണ്. പ്രകാശം നേർരേഖയിലൂടെ സഞ്ചരിക്കുന്നുള്ളല്ലേ? സ്കൂൾ പഠിച്ചില്ലേ, പ്രകാശം എന്തേ ഉള്ളൂ, വളഞ്ഞു സഞ്ചരിക്കുമോ?
പ്രകാശം വളഞ്ഞു സഞ്ചരിക്കുന്ന സൃഷ്ടിയാണെങ്കിൽ എന്താ ഉണ്ടാവുക? രാത്രി ഉണ്ടാവില്ല. ഉണ്ടാവോ? പറഞ്ഞ അതായത് ഭൂമിയുടെ ഒരു ഈ ഭാഗത്തുള്ള നിഴലാണ് ഇവിടെ രാത്രി. സൂര്യൻ പുറത്തേക്ക് എത്തുമ്പോഴോ ഇവിടെ വിറ്റടിക്കുമ്പോൾ ഇവിടെ എന്തായി? അതിന്റെ നേരെ ഇവിടെ മതി. അതാണ് നമ്മൾ സാധാരണ ചന്ദ്രന്റെ ചന്ദ്രന്റെ ഈ ചെറുതാണോ വലുതാണോ എന്തുകൊണ്ടാ? ഭൂമിയിലെ നില നമുക്ക് അടിക്കല്ലേ? ആ നില അടിക്കുന്നതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ചന്ദ്രൻ വലുതാണോ അല്ല ചന്ദ്രൻ എന്ന് പോലെ തന്നെയാണ് അതിനൊക്കെ ഭൂമിയുടെ സൂര്യപ്രകാശം അടിക്കുന്നതിനനുസരിച്ചുള്ള റിഫ്ലക്ഷനിലാണ് ഈ മാറ്റം വരുന്നത്. അങ്ങനെ തന്നെയല്ലേ? സ്കൂളിൽ ഞായറാഴ്ച പോകാൻ പറ്റില്ല. ഭൂമി എത്തുന്നുള്ളൂ. ഭൂമി 7 ഭൂമി ഉണ്ട് കഴിഞ്ഞാൽ എവിടെ നമുക്കറിയില്ല. ഭൂമി ഒന്നേ ഉള്ളൂ. ഭൂമി ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമി ഒന്നുള്ളൂ പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഒന്നുള്ളൂ. പക്ഷെ അന്ന് പറഞ്ഞ ഭൂമിയിലെല്ലാവർക്കും മിസിലോഹിന്റെ സുഹൃത്തുക്കളാക്കി പറഞ്ഞിട്ട് 7 ഭൂമി ഉണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് 7 ആകാശമുണ്ട്. അപ്പൊ നമ്മൾ 1-ാം ആകാശം തന്നെ കണ്ടിടണം ഇല്ലല്ലോ. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം വെച്ച് കഴിഞ്ഞാൽ ആ ഭൂമിയിൽ ഇനി വേറെ സൃഷ്ടികളുണ്ടോ, ഇനി അതല്ല അവിടെ വേറെ ആൾക്കുണ്ടോ, അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തല്ല വിഷയമല്ല. അള്ള പറഞ്ഞു ഒന്നിൽ അറിഞ്ഞു മിസിലോഹിന്ന ഭൂമിയിൽ നിന്നും 7 സൃഷ്ടിച്ചിട്ടുണ്ട്, ആകാശത്തെയും 7 സൃഷ്ടിക്കാൻ. നമ്മള് 7 ഭൂമി പോയിട്ട് നമ്മളെ ജില്ലയിൽ മുഴുവൻ കണ്ടില്ല. കടപ്പുറത്തല്ല അത് നിങ്ങൾ കപ്പലിൽ പോയേക്കാൽ മതി. ലക്ഷദ്വീപിക്ക് വിമാനപ്പെടുത്ത് പോയാൽ മതി. അപ്പൊ എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ ഭൂമിയുടെ അതുകൊണ്ടാണ് നമ്മൾ സ്കൂൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു കപ്പല് ഒരു കടത്തീരത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കപ്പലിന്റെ ഏത് ഭാഗമാണ് ആദ്യം കാണാം? കപ്പലവിടെ വരുന്നുണ്ട്. കപ്പലിന്റെ ഏത് ഭാഗമാണ് ആദ്യം കാണാം? മുകൾ ഭാഗം. എന്തുകൊണ്ടാ വെച്ചാൽ ഭൂമി ഇങ്ങനെയാണ് പോണത്. ഭൂമി ഉരുണ്ടിട്ടാണല്ലോ. ഭൂമി ഉരുണ്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഉരുൾച്ച ശരിക്കും കടലൊക്കെ പോയി കാണാൻ കഴിയും. അതായത് നമുക്ക് അനുഭവപ്പെടില്ല. പക്ഷെ ദൂരത്ത് നോക്കുമ്പോൾ അതിന്റെ ആദ്യം എന്ത് ചെയ്യേണ്ട മുകൾ ഭാഗം കണ്ട് പിന്നെ ഇങ്ങനെ പൊന്തി. കപ്പൽ പൊന്തല്ല, വെള്ളം തന്നെ. അതാണ് അത്ഭുതം എന്ന് പറഞ്ഞത്. ആ ഭൂമി ഒരു ഗോളമാണ്. ആ ഗോളത്തിൽ എന്താണ്? വെള്ളമാണല്ലോ. 2 ഭാഗം എന്താണ്? വെള്ളം. ആ വെള്ളം ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് മഹാത്ഭുതമാണ്. അതൊക്കെ കടലെന്ന് പറഞ്ഞത് വേറെ മഹാത്ഭുതമാണ്. നമുക്ക് ഇച്ചാൽ പിന്നെ പറയാം. അതുപോലെ ലക്ഷദ്വീപിലൊക്കെ നമുക്ക് ഒന്നിച്ചിട്ട് ടൂർ വെക്കാം. അപ്പൊ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം ഇനി അതിലും വലുതിന് കാണല്ല. ഈ കരയിലുള്ളതിനേക്കാളൊക്കെ 100 കണക്കിന് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹ് ഈ സമുദ്രത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ടാക്കിയിട്ടുണ്ട്. ഭൂമി ഇപ്പൊ നമ്മളെ കാണുന്ന ദൃഷ്ടാന്തം ഉണ്ടല്ലോ, അതിൻ്റെ ഒക്കെ 100 കണക്കിന് ഇരട്ടിയാണ് അള്ളാഹ് ഈ വെള്ളത്തിനടിയിൽ സംവിധാനിച്ചിട്ടുള്ള മഹാത്ഭുതങ്ങൾ. മനസ്സിലായത്? കടലിൽ കൂടെ ഒക്കെ ഒരാൾ യാത്ര ചെയ്തിട്ട് അയാൾക്ക് അള്ളാഹുവിനെ മനസ്സിലായിട്ടില്ലെങ്കിൽ അയാൾക്ക് ഇനി എന്ത് ആയത്തൊതിച്ച് കൊടുത്തിട്ടും പോകാനും മനസ്സിലാവില്ല. കാരണം അള്ളാഹുവിന്റെ അത്രയും വലിയ ദൃഷ്ടാന്തമാണ് സമുദ്രങ്ങൾ വെള്ളം. നിങ്ങൾ ആഴ്ചക്ക് സുഖമൊക്കെ പറഞ്ഞത് ഈ ഭൂമി ഇങ്ങനെ ഉരുണ്ടിട്ടാണ്. ആ ഉരുണ്ടിട്ടുള്ള വെള്ളം ഉരുണ്ടിട്ട് നിൽക്കണത്. ഭൂമിയിൽ വെള്ളം നിൽക്കണെങ്ങനെയാണ്? ഉരുണ്ടിട്ടാണ്. നമുക്ക് നിർത്താൻ കഴിയില്ല, ഐസാക്കേണ്ടി വരും. നമുക്ക് നിർത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഐസാക്കേണ്ടി വരും. പക്ഷെ ഐസില്ലാത്ത വെള്ളം എന്തെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? അതാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത്. ആ വെള്ളത്തെ പോലും പിടിച്ചു വലിക്കാനുള്ള ആ ഗുരുത്വാകർഷണം ഭൂമിക്കുണ്ട്. അതാണ് അള്ളാഹിന്റെ വേറെ സംവിധാനമാണ്. കപ്പലുകളിൽ നമുക്കത് അനുഭവപ്പെടില്ല. പക്ഷെ നമുക്ക് ദൂരത്തിന് നമുക്ക് കാണാൻ കഴിയുന്ന വെച്ചാല് ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് സൂര്യൻ അസ്തമിക്കണം? നമുക്ക് ഇപ്പൊ ഈ മക്കത്ത് പോയ ആളുകൾക്കറിയാം. ഹറമിന്റെ എന്താ പറയാ അടുത്തുള്ള ബിൽഡിംഗ് എന്തേലും ക്ലോക്ക് ടവർ. ക്ലോക്ക് ടവറിൽ നോമ്പുറക്കണം, ഹറമിൽ നോമ്പുറക്കണം വ്യത്യാസമുണ്ട്. ഹറമിൽ അവിടെ ബാങ്ക് കൊടുത്താലും ക്ലോക്ക് ടവറിന്റെ 110ാമത്തെ നിലയിലാൾക്ക് നോമ്പുറക്കാൻ പറ്റൂല. ഓൻ 2 ഇഞ്ചും കഴിയണം. കാരണം എന്താ വെച്ചാൽ ഓൻ നോക്കിയാൽ എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യൻ കാണും. മനസ്സിലായില്ലേ? ഹറമിന് താഴത്തിൽ നോമ്പുറക്ക് ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഓൻ എന്ത് ചെയ്യാൻ പറ്റും? നോമ്പുറക്കാൻ പറ്റില്ല. കാരണം ഓന്റെ സൂര്യൻ എന്ത് ചെയ്തിട്ടില്ല? ഓൻ ഹൈറ്റിക്കാണ്. ഇനി അതിനും വേണ്ടി മുന്തിയ കുറച്ചും കൂടി എത്തിക്കാവും. ഫ്ലൈറ്റിലൊക്കെ പോയി പോകുമ്പോൾ ചില ആൾക്കാർ നമ്മുടെ നാളെ പോന്നപ്പോ അമ്പറഞ്ഞ കൂടെ 2 ഖുറാഫി ടീം ഉണ്ടായിന്. അതില് ഒരു മുതലാരി പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഒരു മുതലാരി പറഞ്ഞ് നമ്മൾ നാട്ടിക്കാ പോകണം, അതുകൊണ്ട് നാട്ടിലത്തെ സമയത്ത് വെച്ച് നോമ്പുറക്കണം. ഇവിടെ
ഫ്ലൈറ്റിൽ നിന്ന് സൂര്യനെ ഇങ്ങനെ കാണുന്നുണ്ട്, ഫ്ലൈറ്റിൽ നിന്ന് സൂര്യനെ കാണുന്നുണ്ട്. ഇങ്ങോട്ട് അതിലുള്ള കുറേ അന്തങ്ങൾ എന്ത് ചെയ്ത് നോമ്പ് തുറന്നു റമദാനിന്. ഫ്ലൈറ്റിൽ നോക്കിയാൽ സൂര്യനെ ഇങ്ങനെ ശരിക്കും നമുക്ക് എന്ത് ചെയ്യാ കാണാം. വേറെ ചില മൂല്യന്മാർ ഒരിടയിൽ ഖിലാഫായി. വേറെ ചില മൂല്യന്മാർ നമ്മൾ പോണ നാട്ടുകാർക്കല്ല, നമ്മക്കിപ്പോ എന്താണ് സൂര്യൻ കാണുന്നുണ്ടല്ലോ, നമുക്ക് സൂര്യൻ കാണില്ലേ. അപ്പൊ നമ്മൾക്കെപ്പോഴും സൂര്യൻ അസ്തമിക്കണം, അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, നോമ്പെടുക്കാൻ പാടുള്ളൂ. അതാണ് ശരി. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇപ്പൊ നമ്മളിപ്പോ ഇവിടുത്തെ കോഴിക്കോട് സമയത്തിനനുസരിച്ച് നമ്മൾ നോമ്പെടുക്കണം അല്ലേ. എന്നാൽ ഇനി അട്ടപ്പാടിയും അതുപോലെ തന്നെ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെയും ടൈം വൈകും. കാരണം വെച്ചാൽ അവർ പിന്നെ ഹൈറ്റിലേക്ക് പോവാണ്. അപ്പൊ ശരിക്കും അവരുടെ ഹൈറ്റ് സൂര്യൻ അവരിൽ നിന്ന് എന്ത് ചെയ്യണം, താഴ്ന്നു പോകണം. അപ്പോഴെന്തുണ്ടാവുള്ളൂ, എന്തുകൊണ്ട് താഴ്ന്ന ഭൂമിയും താഴ്ന്നുമല്ല, ഭൂമിയുടെ ആ വശത്തേക്ക് എന്ത് ചെയ്യാണ്, സൂര്യൻ നീങ്ങിപ്പോവാൻ. അതാണ് പിന്നെ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ അത് അള്ളാഹുവിന്റെ വലിയൊരു അത്ഭുതം തന്നെയാണ്. അതിനെ സംബന്ധിച്ച് പിന്നീട് നമുക്ക് സയൻസിന്റെ മാസം കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിച്ച ഞാൻ കുറച്ചുകൂടി മനസ്സിലാവും. സയൻസിന്റെ മാഷന്മാരെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കാറ് ഇൻഷാ അല്ലാഹ്. പിന്നെ അത് വജഅൽന സമാഅ സഖ്ഫൻ മഹ്ഫൂദൻ വഹും അൻ ആയാതിഹ മുഅ്രിദൂൻ. ഇനി വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ലൈലിനെയും നഹാറിനെയും സൃഷ്ടിച്ചത്. അപ്പൊ ലൈൽ എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അസ്ലിയായിട്ടുള്ള പ്രകാശത്തിന്റെ സ്രോതസ്. ആ പ്രകാശമില്ലാത്ത ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുക. അതുപോലെ തന്നെ വശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു. കുല്ലും ഫി ഫലക്കിൻ യസ്ബഹൂൻ, എല്ലാം അതിന്റെ ഫലക്കിൽ സഞ്ചരിക്കുന്നു. അപ്പൊ നമുക്കറിയാം, സൂര്യൻ സ്വന്തം ചലിക്കല്ല, അള്ളാഹു അതിന്റെ ഭ്രമണപഥം ചെയ്തിട്ടുണ്ട്. ഫലക്ക് എന്ന് പറഞ്ഞാൽ അതിന് സഞ്ചരിക്കുന്ന മാർഗം. ഭ്രമണപഥം നമ്മൾ സാധാരണ പറഞ്ഞു, ഭ്രമണപഥം. അപ്പൊ സൂര്യനൊരു ഭ്രമണപഥം ഉണ്ട്, ചന്ദ്രനും ഒരു ഭ്രമണപഥം ഉണ്ട്. സൂര്യൻ ചന്ദ്രൻ മാത്രമല്ല, ഒക്കുല്ലും എല്ലാ സംവിധാനങ്ങൾക്കും ഭ്രമണപഥം ഉണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ച് ഇതിനൊന്നും ഒരു നിയന്ത്രണം ഇല്ലാന്ന് കൂട്ടിക്കൊടുക്കും. ഇപ്പൊ നമ്മളെ ചില ആൾക്കാർ പറയില്ലേ, ഇവിടെ ഇസ്ലാമില് അങ്ങനെ നിയമമുണ്ട്, ഇങ്ങനെ നിയമമുണ്ട്, അല്ലെങ്കിൽ ലോകത്ത് അങ്ങനെ നിയമമുണ്ട്. നിയമങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നമുക്ക് എന്ത് ചെയ്യണം, സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യണം, ജീവിക്കണം. ഇപ്പൊ സൂര്യൻ ചിന്തിക്കാണ്, ഞാനിപ്പോ ഇങ്ങനെ എന്നും ഇങ്ങനെ ഒരു നിയന്ത്രണത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്, ഇന്നിപ്പോ നിയന്ത്രണം ഇല്ലാതെ പോയി വെക്കുക, എന്താണ് സംഭവിക്കുക? ഒരു സെക്കൻഡ് പോലും പ്രപഞ്ചം തീവ്ര ഉണ്ടാവില്ല. മനസ്സിലല്ലേ? എന്തുകൊണ്ടാണ് സൂര്യനും ചന്ദ്രനും കൂട്ടിമുട്ടാതെ ഇങ്ങനെ പോണത്? അതാണ് കുല്ലും, ഓരോന്നിനും അള്ളാഹു നിശ്ചയിച്ച ഭ്രമണത ഉണ്ട്. ആ ഭ്രമണപഥത്തിലൂടെ എല്ലാതും എന്ത് ചെയ്യൂല, സഞ്ചരിക്കൂല. അപ്പൊ അതിനൊരു കാര്യം മനസ്സിലാക്കാം, അള്ളാഹ് പറഞ്ഞനുസരിച്ച് ജീവിച്ച ഭൂമിയിൽ എന്തുണ്ടാവില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. സൂര്യൻ അനുസരിക്കുന്നുണ്ട്, ചന്ദ്രൻ അനുസരിക്കുന്നുണ്ട്. സൂര്യൻ പറയാണ് മൈ ബോഡി മൈ ചോയ്സ്, അങ്ങനെ ചില ആൾക്കാർക്ക് മൈ ബോഡി മൈ ചോയ്സ് എന്ന് സൂര്യൻ ഒരു ദിവസം പറഞ്ഞാൽ എന്താണ്ടാവുക, ഇവിടെ ആകെ താറുമാറായിട്ടുണ്ടാവും. സൂര്യൻ ചിന്തിക്കാണ്, ഞാൻ സൂര്യനാണ്, അപ്പൊ മൈ ബോഡി മൈ ചോയ്സ്, എനിക്കെന്തിനാ അള്ളാന്റെ കൽപ്പന അനുസരിക്കേണ്ടത്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ സൂര്യൻ പോയിട്ടുണ്ടെങ്കിൽ എന്നാകെ വെച്ചറാണ് ഇവിടെ. ഇതേപോലെ തന്നെ മനുഷ്യന്മാരും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ഇങ്ങനെ ജീവിക്കുമ്പോൾ ഒരു തകരാറൊന്നും ഉണ്ടാവില്ല, ഉണ്ടാവില്ല, എല്ലാം നല്ല ഇരിക്കാൻ. അതാണ് പോലെ ആമനു വത്തഖൂ ലഫതഹ്ന അലൈഹിം ബറകാത്തിൻ മിനസ്സമായി. അള്ളാഹുവിന് തഖ്വയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുടെ ആകാശ ബർക്കത്തുകളുടെ കവാടം അങ്ങോട്ട് തുറന്നു തരും. അതുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തുണ്ടല്ലോ, ലോകത്ത് ഏറ്റവും കൂടുതൽ ബർക്കത്തുള്ള കാലഘട്ടം അതേക്കാറ്. ഭൂമിയും ആകാശവും എല്ലാ ബർക്കത്തുകളും പുറത്തേക്ക് കൊണ്ടുവരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ, ഹദീസിൽ പഠിച്ചിട്ടുണ്ടാവും, ഒരു ഉറുമാമ്പഴം ഉണ്ടല്ലോ, ഒരു ഉറുമാമ്പഴം ഒരു കൗമിന്, ഒരു കുടുംബത്തിന് മതിയാകും ഭക്ഷണം. അത്രയും വലിയ ഉറുമാമ്പഴം ഉണ്ടാവും. 2-3 ആൾക്കൊക്കെ കയറിക്കാൻ പറ്റിയ തോടേക്കാൻ ഉണ്ടെന്നാണ്. അത്രയും ഭൂമിയിൽ നിന്ന് അതിന്റെ ബർക്കത്തുകൾ എന്ത് ചെയ്യും, അള്ളാഹു കൊണ്ടുവരും. ഇതൊക്കെ അള്ളാഹ് കഴിയാനില്ല. പക്ഷെ ഈ ബർക്കത്ത് എന്താ ഇപ്പൊ വരാത്തത്? ഇതിന്റെ മുകളിൽ ജീവിക്കുന്ന ആൾക്കാരെ പ്രവർത്തനം കൊണ്ടാണ്. അതാണ് വളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിനാ. ഇതിന്റെ മുകളിലുള്ള ആൾക്കാർ നന്നായാൽ ഭൂമി എന്ത് ചെയ്യും, നന്നാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഫീ ഫലക്കി യസ്ബഹ്. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച കുറച്ചുകൂടി വിശദീകരിക്കാം.
തൽക്കാലം അവസാനിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ വിശുദ്ധ ഖുർആൻ്റെ അഹലുകാരായി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം മാറ്റുമാറാവട്ടെ. നമ്മളിൽ അറിഞ്ഞും അറിയാതെയും ഒന്നും പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തു നിൽമാറാവട്ടെ. നമ്മളിൽ മരണപ്പെട്ടവരെല്ലാവരും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അല്ലാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകാതിരിക്കുമാറാവട്ടെ. അവരെ നമ്മെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.